വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ദി കോൺട്രാക്റ്റ് ആണ്. നമുക്കറിയാം നെറ്റ് എക്സാമിൻ്റെ സിലബസിൽ കൊമേഴ്സിന് വരുന്ന ഒരു യൂണിറ്റ് ആണ് ലീഗൽ ആസ്പെക്റ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ നമുക്ക് ഒരുപാട് ആക്റ്റുകൾ പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്ന് പറയുന്നത്. ഈ ഒരു ആക്റ്റിൽ വരുന്നതാണ് ഈ ഒരു എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു പോർഷൻ. സെക്ഷൻ 10-ലാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 സെക്ഷൻ 10-ലാണ് ഈ ഒരു എസെൻഷ്യൽ എലമെൻറ്റ്സുകളെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് എന്ത് വെക്കാം, കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 സെക്ഷൻ 2 സബ്സെഷൻ H-ലാണ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ അറ്റ് ലോ ഈസ് എ കോൺട്രാക്റ്റ്. അതായത് ലീഗലി എൻഫോഴ്സിബിൾ ആകുന്ന ഒരു എഗ്രിമെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എഗ്രിമെൻറ്റ് ലീഗലി എൻഫോഴ്സിബിൾ ആകണമെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട ചില എസെൻഷ്യൽ എലമെൻറ്റ്സുകളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് കോൺട്രാക്റ്റ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നുണ്ട് എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ അറ്റ് ലോ ഈസ് എ കോൺട്രാക്റ്റ്. ഒരു എഗ്രിമെൻറ്റ് ലീഗലി എൻഫോഴ്സിബിൾ ആകുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സെക്ഷൻ 2 സബ്സെഷൻ E-ൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത്, എവറി പ്രോമിസ് ഓർ എ സെറ്റ് ഓഫ് പ്രോമിസ് to do or not to do something forming consideration to each other. അതായത് ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേണ്ടിയിട്ടുള്ള പ്രോമിസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോമിസുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അവിടെ കൺസിഡറേഷനും കൂടെ ഉണ്ടെങ്കിലാണ് അതെന്താകുന്നത്, എഗ്രിമെൻറ്റ് ആകുന്നത്. അപ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോമിസ്, ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള പ്രോമിസാണ്. അവിടെ ഒരു കൺസിഡറേഷനും കൂടെ ഉണ്ടെങ്കിൽ അതെന്താകുന്നു, എഗ്രിമെൻ്റ് ആകുന്നു. ഓക്കെ, ഇനി എന്താണ് ഈ പ്രോമിസ് എന്ന് പറഞ്ഞാൽ അത് സെക്ഷൻ 2 സബ്സെഷൻ B-ൽ പറയുന്നുണ്ട്. പ്രോമിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രപ്പോസലോ അല്ലെങ്കിൽ ഒരു ഓഫറോ അത് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതെന്താകുന്നു, അതൊരു പ്രോമിസായിട്ട് മാറുന്നു. ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതെന്താകുന്നു, പ്രോമിസ് ആകുന്നു. അതാണ് സെക്ഷൻ 2 സബ്സെഷൻ B-ൽ പറയുന്നത്. ഇനി എന്താണ് ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ എന്ന് പറയുന്നത്, അത് സെക്ഷൻ 2 സബ്സെഷൻ A-ലാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ ഇത് അങ്ങനെ ക്ലിയർ ആവണമെന്നില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അതായത് ഒരു പാർട്ടി എ എന്നൊരു പാർട്ടി പറയാണ് 10,000 രൂപയ്ക്ക് ഞാൻ എൻ്റെ ഫോണ് വിൽക്കുകയാണ്, വേണമെന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പം അവിടെ എന്താണ് ഈ എ ചെയ്യുന്നത്, അവിടെ ഒരു ഓഫർ വയ്ക്കുകയാണ് അല്ലേ, ഒരു പ്രപ്പോസൽ വയ്ക്കുകയാണ്, ഒരു പ്രപ്പോസൽ കൊടുക്കുകയാണ്. എന്താണ് പ്രപ്പോസൽ, 10,000 രൂപയ്ക്ക് ഈ ഫോണ് വിൽക്കുകയാണ്, വേറൊരാൾക്കത് വേണമെന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എ ആരാണ്, ഓഫററാണ്. ഓഫററാണ് ഏത്, എ എന്ന് പറയുന്നത്. എ ഒരു ഓഫർ വയ്ക്കുകയാണ്. അപ്പം ആ ഓഫർ മറ്റൊരാൾ ബി എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. ആക്സെപ്റ്റ് ചെയ്യുന്നത് 10,000 രൂപയ്ക്ക് ആ ഫോണ് വാങ്ങിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് ബി എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. എ ഒരു ഓഫർ കൊടുക്കുന്നു, ബി എന്ത് ചെയ്യുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഒരു ഓഫർ കൊടുക്കുകയും അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, ഒരു പ്രോമിസായിട്ട് മാറി. ഒരു ഓഫർ കൊടുത്തു, ആ ഓഫർ മറ്റേ പാർട്ടി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി, ഇതൊരു പ്രോമിസായിട്ട് മാറി. ഈ പ്രോമിസിനൊരു വാലിഡ് കൺസിഡറേഷനും കൂടി ഉണ്ടെങ്കിൽ അതെന്താകും, അത് എഗ്രിമെൻ്റ് ആകും. ഒരു വാലിഡ് കൺസിഡറേഷനും കൂടി ഈ ഒരു പ്രോമിസിനുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും, എഗ്രിമെൻ്റ് ആയിട്ട് മാറും. അങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റ് ലീഗലി എൻഫോഴ്സിബിൾ ആകുമ്പോൾ, അങ്ങനെ ലീഗലി എൻഫോഴ്സിബിൾ ആകണമെങ്കിലുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 10 എലമെൻറ്റ്സുകളുണ്ട്. അതിൽ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ഒരു എഗ്രിമെൻ്റ് എന്താകുന്നത്, ലീഗലി എൻഫോഴ്സിബിൾ ആകുന്നതും അതൊരു കോൺട്രാക്റ്റ് ആകുന്നതും. ഓക്കെ, അപ്പം ഈ ഒരു ഓർഡർ
കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. കാരണം ഇപ്പം നമുക്ക് എക്സാമിന് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇങ്ങനെയുള്ള സീക്വൻഷ്യൽ ഓർഡർ ആക്കാൻ, കറക്റ്റ് ആക്കാൻ, അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഓർഡർ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞു, ആദ്യം എന്താണ് ഉണ്ടാകുന്നത്, ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ഓഫറാണ് ആദ്യം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ കൊടുക്കുകയും അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതെന്താകുന്നു, ഒരു പ്രോമിസായിട്ട് മാറുന്നു. അപ്പോൾ ഒരു ഓഫർ കൊടുത്തു, അത് ആക്സെപ്റ്റ് ചെയ്തു, അപ്പോൾ അതെന്തായി, ഒരു പ്രോമിസായി. ആ പ്രോമിസിന് തന്നെ ഒരു വാലിഡ് കൺസിഡറേഷനും കൂടെ ഉണ്ടെങ്കിൽ അതെന്താകുന്നു, എഗ്രിമെൻ്റ് ആകുന്നു അല്ലേ. ഒരു പ്രോമിസിന് വാലിഡ് കൺസിഡറേഷനും കൂടെ ഉണ്ടെങ്കിൽ അതൊരു എഗ്രിമെൻ്റ് ആയിട്ട് മാറുന്നു. ഈ എഗ്രിമെൻ്റ് തന്നെ ലീഗലി എൻഫോഴ്സിബിൾ ആണെങ്കിൽ അതെന്തായി, ഒരു കോൺട്രാക്റ്റ് ആയിട്ട് മാറി. ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഒരു ഓഫറും ആക്സെപ്റ്റൻസും ഉണ്ടാകുന്ന സമയത്ത് അതെന്താകുന്നു, ഒരു പ്രോമിസ് ആയിട്ട് മാറുന്നു. ആ പ്രോമിസിന് തന്നെ ഒരു വാലിഡ് കൺസിഡറേഷനും കൂടെ വരികയാണെങ്കിൽ അതെന്താകും, എഗ്രിമെൻ്റ് ആകും. എഗ്രിമെൻ്റ് തന്നെ ലീഗലി എൻഫോഴ്സിബിൾ ആണെങ്കിൽ അതൊരു കോൺട്രാക്റ്റ് ആകും. ഈ ലീഗലി എൻഫോഴ്സിബിൾ ആകാൻ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ എലമെൻസുകളാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 സെക്ഷൻ 10 പറയുന്ന 10 കാര്യങ്ങൾ. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ ആദ്യം വരുന്നത് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ദി കോൺട്രാക്റ്റിൽ പറയുന്നത് എഗ്രിമെൻ്റ് ആണ്. ഫസ്റ്റ് പോയിൻ്റ് ആണ് എഗ്രിമെൻ്റ്. അതായത് ഒരു കോൺട്രാക്റ്റ് ലീഗലി എൻഫോഴ്സിബിൾ ആകണമെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ എന്താ വേണ്ടത്, ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. എഗ്രിമെൻ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടല്ലേ അത് കോൺട്രാക്റ്റിലേക്ക് പോകുന്നുള്ളൂ. അതായത് നമ്മൾ പറഞ്ഞു ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, ആ എഗ്രിമെൻ്റ് ലീഗലി എൻഫോഴ്സിബിൾ ആകുമ്പോഴാണ് അതെന്താകുന്നത്, കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എല്ലാ എഗ്രിമെൻറ്റും എന്തല്ല, കോൺട്രാക്റ്റ് അല്ല. കാരണം ലീഗലി എൻഫോഴ്സിബിൾ ആകുന്ന എഗ്രിമെൻ്റ് മാത്രമാണ് എന്ത്, കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത്. എല്ലാ കോൺട്രാക്റ്റും എന്തായിരിക്കും, എഗ്രിമെൻ്റ് ആണ്. കാരണം എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോൺട്രാക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻ്റ്. എല്ലാ കോൺട്രാക്റ്റും എന്താണ്, എഗ്രിമെൻ്റ് ആണ്. പക്ഷേ എല്ലാ എഗ്രിമെൻറ്റും എന്താകണമെന്നില്ല, കോൺട്രാക്റ്റ് ആകണം എന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, എഗ്രിമെൻ്റ്. അതായത് ഒരു കോൺട്രാക്റ്റ് ലീഗലി എൻഫോഴ്സിബിൾ ആകണമെങ്കിൽ ആദ്യം പറയുന്ന എലമെൻ്റ് എന്താണ്, എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വാലിഡ് ഓഫർ ഉണ്ടായിരിക്കണം, ഒരു വാലിഡ് ആക്സെപ്റ്റൻസും ഉണ്ടായിരിക്കണം. ഓഫർ വാലിഡ് ആകണമെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഓഫർ ആരാണ് കൊടുക്കുന്നത്, ഓഫററാണ് കൊടുക്കുന്നത്. അത് ഓഫർ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് കൃത്യമായിട്ട് ആരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഓഫറുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അങ്ങനെ കുറച്ച് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒരു ഓഫറിനുണ്ട്. അത് വാലിഡ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ലോഫുൾ ആകണമെങ്കിൽ. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഓഫറിന് വാലിഡ് ആക്സെപ്റ്റൻസും കൂടെ വരികയാണെങ്കിൽ, വാലിഡ് ആക്സെപ്റ്റൻസ് ആകണമെങ്കിൽ അതിനുമുണ്ട് ചില എസെൻഷ്യൽ എലമെൻസുകൾ. അതിലെ ചില കാര്യങ്ങളാണ് കൃത്യമായിട്ട് ആ ഒരു ആക്സെപ്റ്റൻസ് ആരുടെ അടുത്ത് പറയണം, ഓഫററുടെ അടുത്ത് പറയണം. ആരാണ് ഓഫർ തന്നത് ആ ആളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് മാത്രമല്ല ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഓഫർ കണ്ടീഷണൽ ആവാനുള്ള, അല്ലെങ്കിൽ ഓഫർ നമുക്ക് എന്താവാം, കണ്ടീഷണൽ ആയിട്ട് ചെയ്യാം. ആക്സെപ്റ്റൻസ് ഒരിക്കലും കണ്ടീഷണൽ ആവരുത്. ആക്സെപ്റ്റൻസ് അൺകണ്ടീഷണൽ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരാൾ പറയാണ്, എൻ്റെ ഈൽഡ് ഞാൻ വിളവെടുക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്ര ക്വാണ്ടിറ്റി നിനക്ക് ഞാൻ തരാം, എനിക്ക് ഇത്ര എമൗണ്ട് വേണമെന്ന് ഒരാൾ പറയണം. അവിടെ ഒരു കണ്ടീഷണലായിട്ട് ഒരു ഓഫർ കൊടുക്കുകയാണ്.
അപ്പോൾ മറ്റേ ആൾക്ക് പറയാൻ പറ്റും ഓക്കെ ഞാൻ വാങ്ങിക്കോളാം എന്നുള്ളത് പറയാം. പക്ഷെ മറ്റേ ആൾക്ക് എങ്ങനെ പറയാൻ പറ്റില്ല? കണ്ടീഷണലി ആ ഒരു ആക്സെപ്റ്റൻസ് കൊടുക്കാൻ പറ്റില്ല. അതായത് എനിക്ക് ഇന്ന ക്യാഷ് കിട്ടാനുണ്ട് ഇന്ന ദിവസം, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചോളാം എന്ന് പറയാൻ മറ്റേ ആൾക്ക് പറ്റില്ല. ആർക്ക്? ഓഫർക്ക് പറ്റില്ല. അതായത് ആക്സെപ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നത് അൺകണ്ടീഷണലി ആയിരിക്കണം. ഓഫർ വേണമെങ്കിൽ കണ്ടീഷണൽ ആകാം. എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു സാധനം വിൽക്കാൻ റെഡിയാണ്, അപ്പോൾ നീ വാങ്ങുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കാം. പക്ഷേ എനിക്ക് ആ സമയത്ത് ഇന്ന ക്യാഷ് കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കോളാം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സെപ്റ്റൻസ് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ ജസ്റ്റ് ഓഫറും ആക്സെപ്റ്റൻസും കണ്ടീഷണൽ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ എന്നുള്ള കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇതിൽ വാലിഡ് ഓഫർ ആകാനും വാലിഡ് ആക്സെപ്റ്റൻസ് ആകാനും ഒരുപാട് എലമെൻസുകൾ പറയുന്നുണ്ട്, എസെൻഷ്യൽ എലമെൻസുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ബേസിലാണ് ഇത് വാലിഡ് ഓഫറും വാലിഡ് ആക്സെപ്റ്റൻസും ആകുന്നത്. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഓഫർ എന്താകാം? കണ്ടീഷണൽ ആകാം. ആക്സെപ്റ്റൻസ് എന്തായിരിക്കണം? അൺകണ്ടീഷണൽ ആയിരിക്കണം. ആക്സെപ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നത് കണ്ടീഷണൽ ആവരുത്, അത് അൺകണ്ടീഷണൽ ആയിരിക്കണം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ എലമെൻസിലെ ഫസ്റ്റ് വണ്ണാണ് എന്ത്? എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് അത് കോൺട്രാക്റ്റിലേക്ക് എത്തുന്നുള്ളൂ. അപ്പം ആദ്യത്തെ എലമെൻറ്റ് എന്താണ്? എഗ്രിമെൻറ്റ്. വാലിഡ് ഓഫറും ഒരു വാലിഡ് ആക്സെപ്റ്റൻസും ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്നുണ്ട് കൺസിഡറേഷനും കൂടെ വേണം എന്നുള്ളത്. ഓക്കെ, അടുത്ത പോയിൻ്റാണ് കൺസെൻസസ് അഡ് ഇഡം, അതായത് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കും. ഈ പാർട്ടീസ് ആ കോൺട്രാക്റ്റിൽ സെയിം മൈൻഡോട് കൂടി അല്ലെങ്കിൽ സെയിം സെൻസോട് കൂടിയിട്ടായിരിക്കണം ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. അതായത് ആ ഒരു സബ്ജക്റ്റ് മാറ്ററിൽ അവർ എഗ്രി ചെയ്യുന്ന സമയത്ത് സെയിം സെൻസോട് കൂടി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ആ ഒരു കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്യേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ പറയാണ് ഞാൻ എൻ്റെ വീട് വിൽക്കുകയാണ്, ഇത്ര ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ വീട് വിൽക്കുകയാണ് എന്നുള്ളത് എ പറയുകയാണ്. അപ്പം എക്ക് അവിടെ രണ്ട് വീടുണ്ട്. എക്സ് എന്ന് പറയുന്ന വീടുണ്ട്, വൈ എന്ന് പറയുന്ന ഒരു വീടുമുണ്ട്. എക്സ് എന്ന് പറയുന്ന വീട്ടിലാണ് ആളെന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത്. അപ്പം എ ഉദ്ദേശിക്കുന്നത് എക്സ് എന്ന് പറയുന്ന വീട് വിൽക്കാനാണ്. ഓക്കെ, അപ്പം ബി ഈ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നു. എ ഒരു ഓഫർ കൊടുക്കുന്നു, ഞാൻ എൻ്റെ വീട് വിൽക്കുന്നുണ്ട് ഇത്ര ലക്ഷം രൂപയ്ക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പം ബി എന്ത് ചെയ്യുന്നു? ഈ ഓഫർ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ബി വിചാരിക്കുന്നത് എ നിൽക്കുന്നത് എക്സ് എന്ന് പറയുന്ന വീട്ടിലാണ്, അപ്പം വൈ എന്നുള്ള വീടായിരിക്കും വെക്കുന്നുണ്ടാവാൻ വിചാരിച്ചിട്ട് എ കരുതുന്നത് വൈ എന്നുള്ള വീടായിരിക്കും വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ല. രണ്ടുപേരും ആ കോൺട്രാക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് അവിടെ ഉണ്ടാവില്ല. അതായത് എ ഉദ്ദേശിക്കുന്നത് എക്സ് എന്ന് പറയുന്ന വീട് വിൽക്കാനാണ്, പക്ഷെ ബി എന്താണ് ഉദ്ദേശിക്കുന്നത്? വൈ എന്നുള്ള വീടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ബി എന്ത് ചെയ്യുന്നത്? ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. രണ്ട് പാർട്ടീസും ആ ഒരു കോൺട്രാക്റ്റിൽ വരുന്ന സമയത്ത് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. ആ ഒരു സബ്ജക്റ്റ് മാറ്റർ അവർ എഗ്രി ചെയ്യുന്ന സമയത്ത് അവർ സെയിം സെൻസിലായിരിക്കണം. അത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അപ്പം സെയിം സെൻസിലായിരിക്കണം ആ ഒരു കോൺട്രാക്റ്റിലേക്ക് രണ്ട് പേരും എഗ്രി ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. അതാണ് അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എസെൻഷ്യൽ എലമെൻസിലുള്ള രണ്ട് പോയിൻറ്റ്സുകൾ, ഫസ്റ്റ് പോയിൻറ്റും അതുപോലെ തന്നെ സെക്കൻഡ് പോയിൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്കിനി 10 പോയിൻറ്റിൽ 2 പോയിൻറ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനിയുള്ള പോയിൻറ്റ്സ് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ, അതുവരേക്കും വീണ്ടും കാണുന്നവരേക്കും ബൈ ഫ്രം മൈഫ്ര എഡ്യൂക്കേഷൻ.